നെക്സ്റ്റ് ലിങ്ക്ഡ് ടുഗദർ. ഡീർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ ആർ പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേച്ചേഴ്സ്. ഇതൊക്കെ ആരാണ്? പ്ലാന്റ്സ് കഴിക്കുന്നവരെ നെയിംസ്. പ്ലാന്റ്സ് കഴിക്കുന്ന ഒരുപാട് ജീവികളെ നമ്മൾ പറഞ്ഞു. അതിലുള്ള ആളുകൾ തന്നെയാണ് നമ്മളെ ഡീർ. മാന് കഴിക്കും, റാബിറ്റ് കഴിക്കും, ഗ്രാസ് ഹോപ്പർ കഴിക്കും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ലിങ്ക്ഡ് ടുഗദർ, ഒരൊറ്റ ഇതിലാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫുഡ് ചെയിൻ കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. പക്ഷേ ഇവിടെ എന്താണ് നോക്കിയേ, ഈ പ്ലാന്റ് കഴിക്കുന്നവരാണ് ഈ 3 പേരും. ഇനി എക്സ്ട്രാ വേറൊരാളെ വേണമെങ്കിൽ ഇവിടെ ഒരു ആരോ കൊടുത്തിട്ട് നമുക്ക് ആളെയും കൊടുക്കാം. അപ്പോൾ പ്ലാന്റ് കഴിക്കുന്ന ഡീർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ 3ഉം ആരാണ്? ഈ 3 പേരും ആരെയും കഴിക്കുന്നത്? നമ്മളെ പ്ലാന്റ്സിനെയാണ്. അപ്പോൾ പ്ലാന്റ്, ഡീർ. ഇനി ഡീറിനെ കഴിക്കുന്ന ഒരാളെ പേര് നമുക്കിവിടെ കൊടുക്കാം. നമുക്ക് അറിയാം, ചീറ്റ കഴിക്കും, ടൈഗർ കഴിക്കും, ലയൺ കഴിക്കും. അങ്ങനെ ഡീർ, നമ്മളെ മാനിനെ കഴിക്കുന്ന ആരാണോ ആര് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. ഇനി പ്ലാന്റ്, റാബിറ്റിനെ കഴിക്കുന്നത് ആരാണോ അവരെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതായത് നമ്മൾ ഫോക്സ് അല്ലെങ്കിൽ ടൈഗർ, ലയൺ ഇവരൊക്കെ കഴിക്കും. അപ്പോൾ നമുക്കിവിടെ ഫോക്സ് എന്ന് കൊടുക്കാം, ഇവിടെ ലയൺ എന്ന് കൊടുക്കാം. ഇനി പ്ലാന്റ്, ഗ്രാസ് ഹോപ്പർ. പ്ലാന്റ്സ് കഴിക്കുന്നത് നമ്മളെ പുൽച്ചാടി. ഈ ഗ്രാസ് ഹോപ്പറിന് ആരാ കഴിക്കുക? നമ്മളെ ഫ്രോഗ് കഴിക്കും. ഒന്നെങ്കിൽ ഫ്രോഗ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാറ്റ് എന്ന് കൊടുക്കുക. നമ്മളെ പൂച്ചയും കഴിക്കും. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലിങ്ക്ഡ് ടുഗദർ, ഒരൊറ്റ കണ്ണി പോലെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് കഴിക്കുന്നവരെ ആണ് നമ്മൾ സെക്കൻഡ് കാറ്റഗറിയിൽ കൊടുത്തത്. പിന്നെ അവരെ കഴിക്കുന്നത് ആരാണോ അവരെ നെയിംസ് കൊടുത്തു. അങ്ങനെ നമ്മൾ എന്തായി? ഈ ഒരു ഫുഡ് ചെയിൻ ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫുഡ് വെബാണ്. ഇപ്പം മിസ് എന്ത് പറഞ്ഞു? പ്ലാന്റിൽ നിന്നാണ് ഒരു ഫുഡ് ചെയിൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഫസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ഫുഡ് ചെയിൻ കൂടി ചേർന്നതാണ് നമ്മൾ ഈ ഒരു പിക്ചർ. ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഒരുപാട് ഫുഡ് ചെയിൻ കൂടി ചേരുന്നതാണ്. അപ്പോൾ മിസ്സിൻ്റെ മക്കളൊന്ന് നോക്കിയേ, ഇതാണ് പ്ലാന്റ്. ഈ ഒരു പ്ലാന്റ് കഴിക്കുന്നത് ആരൊക്കെയാണ്? ഈ ഡീർ കഴിച്ചു, ഡീറിന് പിന്നെ ടൈഗർ കഴിച്ചു. അപ്പോൾ ഇത് ഒരു ഫുഡ് ചെയിൻ, ഇങ്ങനെ ഒരു ഫുഡ് ചെയിൻ. ഇനി നമ്മൾ ഈ ഒരു പ്ലാന്റിനെ ബുള്ള്, ആ ബുള്ളിന് ടൈഗർ കഴിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഫുഡ് ചെയിൻ ആക്കാം. അപ്പോൾ ഇതിൽ 2 ഫുഡ് ചെയിനായി. ഇനി ഈ പ്ലാന്റിനെ ഗ്രാസ് ഹോപ്പർ കഴിച്ചു, ഗ്രാസ് ഹോപ്പറിനെ നമ്മളെ ബേർഡ് പക്ഷി കഴിച്ചു, പക്ഷിനെ ഫോക്സ് കഴിച്ചു, ഫോക്സിനെ വൾച്ചർ നമ്മളെ കഴുകൻ കഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് ചെയിൻ. ഇനി പ്ലാന്റ്, ഗ്രാസ് ഹോപ്പർ, മങ്കി, ചീറ്റ. അപ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് ചെയിൻ. പ്ലാന്റ്, റാറ്റ്, ക്യാറ്റ്, ചീറ്റ. ഇങ്ങനെ വേറൊരു ഫുഡ് ചെയിൻ. അതുപോലെ പ്ലാന്റ്, ഡീർ, ചീറ്റ, വൾച്ചർ. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഒരുപാട് ഫുഡ് ചെയിൻ ഇതിലുണ്ട്. ഈ ഒരൊറ്റ കണ്ണിനെ നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയും. ഈ ഒരുപാട് ഫുഡ് ചെയിൻ കൂടി ചേരുന്ന ഇതിനെ നമ്മൾ ഫുഡ് വെബ് എന്നാണ് പറയുക കേട്ടോ. ഫുഡ് വെബ് എന്നാണ് ഇങ്ങനെ ഒരുപാട് ഫുഡ് ചെയിൻ കൂടി ചേരുന്നതിനെ നമ്മൾ പറയുക. അപ്പോൾ മിസ്സിൻ്റെ മക്കളൊന്ന് നോക്കിയേ, നമുക്ക് ഫുഡ് വെബിന് എന്ത് ഡെഫിനേഷൻ കൊടുക്കുക? ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ഒരു ജീവി മറ്റൊരു ജീവിനെയാണ് എന്ത് ചെയ്യുന്നത്? ഫുഡാക്കുന്നത്. ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. അതായത് ഒരു ജീവി മറ്റൊരു ജീവിനെ ഫുഡാക്കുന്ന അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൊരെണ്ണത്തിനെ നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയും. ടോട്ടലി ഇതിനെ നമ്മൾ ഫുഡ് വെബ് എന്നാണ് പറയുക. അതായത് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ഒരു ജീവി മറ്റൊരു ജീവിനെ ഡിപ്പെൻഡ് ചെയ്യുക, അതായത് ഒരു ജീവി മറ്റൊരു ജീവിനെ ആശ്രയിക്കുക, അവർ തമ്മിലുള്ള ആ ഒരു പരസ്പര ബന്ധത്തിന്, അതിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് വെബിൽ ഒരുപാട് ഫുഡ് ചെയിൻ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ലാൻഡ്, കരയിലുള്ളതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നമ്മൾ കരയിൽ മാത്രമല്ല അല്ലേ, കടലിലും ഉണ്ട് ഒരുപാട് ക്രിയേച്ചേഴ്സ്, ഒരുപാട് ജീവികളുണ്ട്. കോ എക്സിസ്റ്റൻസ് അറ്റ് ദ സീ. അപ്പോൾ നമുക്ക് നോക്കാം കടലിൽ ഏതൊക്കെ ആളുകളാണ് ഉള്ളത് എന്നുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ, ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട്. പെട്ടെന്ന് നമ്മൾ വെള്ളത്തിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എന്താണ്? ഫിഷിനെയാണ് നമ്മൾ പറയുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷുകളുണ്ട് അല്ലേ. അപ്പോൾ സീ ഓൾസോ ഹാസ് വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ്. നമ്മളെ കടലിലും ഇതുപോലെ എന്തുണ്ട്?
ഒരു ജീവി മറ്റൊരു ജീവിനെ ഭക്ഷണമാക്കുന്നുണ്ട്. അതായത് ചെറിയ മീനുകൾ വലിയ മീനിനെ കഴിക്കും. ആദ്യം പ്ലാന്റ്സ് ആണ്, ആ പ്ലാന്റ്സിന് ചെറിയ മീനുകൾ കഴിക്കും. അതുപോലെ അതിലുള്ള സ്മോൾ ക്രിയേച്ചേഴ്സ്, വേറെ സ്മോൾ ക്രിയേച്ചേഴ്സ് ഉണ്ട്, അവർ കഴിക്കും. അവർ പിന്നെ വേറെ ആരോ കഴിക്കുന്നത്. അങ്ങനെയാണ് ഇതിൽ ഫുഡ് ചെയിന് പോവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കരയിൽ എന്ത് പറഞ്ഞു? നമ്മൾ കരയിൽ പ്ലാന്റ് എന്ന് പറഞ്ഞു അല്ലേ? കരയിൽ നമ്മൾ പറഞ്ഞതാണ് പ്ലാന്റ്. അപ്പോൾ നമ്മൾ കടലിൽ പ്ലാന്റിന് പകരം പ്ലാങ്ക്ടൺ ആണ് കേട്ടോ. പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് നമ്മളെ വെള്ളത്തിൽ, അതായത് കടലിലുള്ള പ്ലാന്റിനെയാണ് നമ്മൾ പ്ലാങ്ക്ടൺ എന്ന് പറയുക. നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട, ഇത്ര നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കരയിലാവുമ്പോൾ പ്ലാന്റ്, വെള്ളത്തിലാവുമ്പോൾ അതിനെ പ്ലാങ്ക്ടൺ എന്ന് പറയും. അപ്പോൾ നമ്മളെ വെള്ളത്തിലുള്ള ഒരു ഫുഡ് ചെയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇത് പറയുന്നത് പ്ലാങ്ക്ടൺ ആണ്. Plankton are small plants that flow freely in water bodies. They are the producers in the habitat system of the ocean. അപ്പോൾ നിങ്ങൾ അധികം വെറൈഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കരയിൽ പ്ലാന്റ്, അതുപോലെ കടലിൽ പ്ലാങ്ക്ടൺ. ആ ഒരു കാര്യം മാത്രം മക്കൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ മിസ് ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഷാർക്ക്, സർഡൈൻ, സ്മോൾ ഫിഷസ്, സീ ടേർട്ടിൽ, പ്ലാങ്ക്ടൺ. അപ്പോൾ പ്ലാങ്ക്ടൺ മിസ് പറഞ്ഞു നമ്മളെ വെള്ളത്തിലുള്ള പ്ലാന്റിനെയാണ് നമ്മൾ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. അതുപോലെ സീ ടേർട്ടിൽ എന്ന് പറഞ്ഞാൽ കടലാമ, സ്മോൾ ഫിഷസ് നമുക്കറിയാം കുഞ്ഞു മീനുകൾ, സർഡൈൻ എന്ന് പറഞ്ഞാൽ മത്തി, ഷാർക്ക്, നമ്മളെ സ്രാവ്. ഓക്കെ, ഇതൊക്കെ കടലിലുള്ളതാന്ന് നമുക്കറിയാം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓർഗാനിസംസ്, അതുപോലെ ഫുഡ്. കുറച്ച് നമ്മളെ കടലിൽ കാണുന്ന കുറച്ച് ഓർഗാനിസത്തിൻ്റെ നെയിമും അവരെ ഫുഡും. അപ്പം നമ്മളെ ഷാർക്ക്, സ്രാവ് എന്തൊക്കെയാണ് കഴിക്കാൻ നോക്കാം. സ്ക്വിഡ്, കണവ, ഫിഷസ്, മീനുകൾ, അതുപോലെ സീ ടേർട്ടിൽ, കടലാമ. നമ്മുടെ ഷാർക്ക് എന്ന് പറയുന്നത് നമ്മളെ കടലിലുള്ള ഒരു ക്രിയേച്ചറാണ്. ആളെ ഫുഡാണ് നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത്. ഇനി സർഡൈൻ, മത്തി. മത്തി എന്തൊക്കെയാണ് കഴിക്കും? സ്മോൾ ഫിഷസ്, ചെറിയ മീനുകളെ കഴിക്കും. അതുപോലെ പ്ലാങ്ക്ടൺ, നമ്മളെ വെള്ളത്തിലുള്ള പ്ലാന്റിനെ നമ്മൾ പ്ലാങ്ക്ടൺ എന്ന് വിളിച്ചു അല്ലേ? ഇനി സീ ടേർട്ടിൽ, കടലാമ പ്ലാന്റ് പാർട്സും ഫിഷസും ആണ് കഴിക്കുക. ഇനി സ്മോൾ ഫിഷസിന്, കുഞ്ഞു മീനുകൾ എന്താ കഴിക്കുക? പ്ലാങ്ക്ടൺ, വെള്ളത്തിലെ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാങ്ക്ടൺ ആണ് കഴിക്കുക. മക്കൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഫോർ സർവൈവൽ, വാട്ട് കോമ്പണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? നമ്മൾ പറഞ്ഞു നമ്മളെ വെള്ളത്തിലാണ് നമ്മളെ ഫിഷുകൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ഈ ഒരു പിക്ചറിൽ എന്താ ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട് അല്ലേ? ഈ ക്രിയേച്ചേഴ്സൊക്കെ എവിടെയാണുള്ളത്? നമ്മളെ വെള്ളത്തിലും വാട്ടറിലും ലാൻഡിലും ജീവിക്കുന്നവരുണ്ട്. ഇതിൽ വാട്ടറിലും മാത്രം ജീവിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മളെ ഫിഷ്, നമുക്കറിയാം ഫിഷ് കരയിലൊന്നും ജീവിക്കില്ല, വെള്ളത്തിൽ മാത്രമാണ്. അപ്പോൾ ഫിഷിന് നമ്മളെ വാട്ടറിൽ ജീവിക്കാൻ എന്തൊക്കെ ഫാക്ടേഴ്സാണ് വേണ്ടത്? അതായത് ആൾക്കതിൽ ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം? രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. സൺലൈറ്റ്, സൂര്യപ്രകാശം, അതുപോലെ തന്നെ അക്വാട്ടിക് പ്ലാന്റ്സ്, വെള്ളത്തിലുള്ള പ്ലാന്റ്സ്. ആ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമ്മളെ ഫിഷിന് ജീവിക്കാം. പിന്നെ എന്തൊക്കെയോ വേണ്ടി വരും? അപ്പോൾ നമുക്കൊക്കെ വേണ്ട ഒരു സാധനം ഉണ്ട് അല്ലേ? ഓക്സിജന്. നമ്മളൊന്നും ഓക്സിജൻ ഇല്ലാതെ ജീവിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്ത് വേണം? നമ്മളെ ഫിഷിനും ഓക്സിജന് വേണം. വേണ്ടേ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവം തന്നെയാണത്. ഓക്കെ, അപ്പോൾ സൺലൈറ്റ്, അക്വാട്ടിക് പ്ലാന്റ്സ്, അതുപോലെ ഓക്സിജന്, ഇതൊക്കെ നമ്മളെ ഫിഷിനും വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്.